നമസ്കാരം. നഴ്സിംഗ് ഗവേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ചോദ്യാവലി. രോഗികളുടെ അനുഭവങ്ങളെയും അഭിപ്രായങ്ങളെയും എങ്ങനെയാണ് നമുക്ക് കൃത്യമായ ഡാറ്റയാക്കി മാറ്റാൻ കഴിയുക? അതിന്റെ ഉത്തരമാണ് ചോദ്യാവലി. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഏതൊരു ഗവേഷകനും നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണിത്. ഒരാളുടെ വേദന, സന്തോഷം അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം. ഇതൊക്കെ വളരെ പേഴ്സണൽ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളെ എങ്ങനെയാണ് നമുക്ക് ശാസ്ത്രീയമായി വിശകലനം ചെയ്യാൻ പറ്റുന്ന നമ്പറുകളാക്കി മാറ്റാൻ കഴിയുക? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് തേടുന്നത്. ഈ പറഞ്ഞ വലിയ വെല്ലുവിളി മറികടക്കാനാണ് ഗവേഷകർ ചോദ്യാവലി എന്ന ഈ ഉപകരണം ഉപയോഗിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു ബ്ലൂ പ്രിന്റ് പോലെയാണ്. ഓരോ ഇഷ്ടികയും കൃത്യമായി വെച്ചാൽ മാത്രമേ നല്ലൊരു കെട്ടിടം ഉണ്ടാക്കാൻ പറ്റൂ. അതുപോലെ തന്നെയാണ് ശരിയായ വിവരങ്ങൾ കിട്ടിയാൽ മാത്രമേ ഒരു നല്ല ഗവേഷണം പൂർത്തിയാക്കാൻ കഴിയൂ. അപ്പോ എന്താണ് ഈ ചോദ്യാവലി എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ, മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പ്രത്യേക ഓർഡറിലുള്ള ചോദ്യങ്ങളുടെ ഒരു സെറ്റ്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ്. നമ്മളൊരു സർവേ ഫോം പൂരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ചോദ്യാവലിയാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു പവർ എന്താന്ന് വെച്ചാൽ, ഒരേ സമയം ഒരുപാട് ആളുകളിൽ നിന്ന് വസ്തുതകളും അഭിപ്രായങ്ങളും അറിവുമെല്ലാം ശേഖരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിവരണാത്മക പഠനങ്ങളിൽ ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നത്. അതായത് ഒരു പ്രത്യേക സാഹചര്യത്തെക്കുറിച്ചോ ഒരു കൂട്ടം ആളുകളെക്കുറിച്ചോ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാൻ ചോദ്യാവലികൾ നമ്മളെ സഹായിക്കുന്നു. ഇനി എല്ലാ ചോദ്യങ്ങളും ഒരുപോലെയല്ല അല്ലേ? ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ഇഷ്ടമുള്ള ഉത്തരം വിശദമായി പറയാം. എന്നാൽ മറ്റു ചിലതിന് തന്നിട്ടുള്ള ഓപ്ഷനുകളിൽ നിന്ന് ഒരെണ്ണം തെരഞ്ഞെടുക്കാനേ പറ്റൂ. ഗവേഷകർക്ക് എന്തുകൊണ്ടാണ് ഈ രണ്ടാമത്തെ തരം, അതായത് മുൻകൂട്ടി നിശ്ചയിച്ച ഉത്തരങ്ങളുള്ള ക്ലോസ്ഡ് എൻഡഡ് ചോദ്യങ്ങൾ ഇത്രയധികം പ്രിയപ്പെട്ടതാകുന്നത്? നമുക്ക് നോക്കാം. പ്രധാനമായും രണ്ട് തരം ചോദ്യങ്ങളുണ്ട്. ഓപ്പൺ എൻഡഡ് ചോദ്യങ്ങൾ സ്വന്തം വാക്കുകളിൽ ഉത്തരം പറയാൻ അവസരം തരുമ്പോൾ, ക്ലോസ്ഡ് എൻഡഡ് ചോദ്യങ്ങൾ കുറച്ച് ഓപ്ഷനുകൾ തന്നിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പറയും. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഡാറ്റ അനാലിസിസ് വളരെ എളുപ്പമാകും. കാരണം ഉത്തരങ്ങൾ ഓൾറെഡി ഫിക്സ്ഡ് ആയതുകൊണ്ട് അവയെ വേഗത്തിൽ തരംതിരിക്കാനും വിശകലനം ചെയ്യാനും പറ്റും. ക്ലോസ്ഡ് എൻഡഡ് ചോദ്യങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമതായി, കിട്ടുന്ന ഉത്തരങ്ങൾക്ക് ഒരു യൂണിഫോമിറ്റി ഉണ്ടാകും. ഡേറ്റ വിശകലനം ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഫോം പൂരിപ്പിക്കുന്നവർക്ക് സമയം ലാഭിക്കാം, പെട്ടെന്ന് തീരും. ഏറ്റവും പ്രധാനമായി, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് ഇത് വളരെ അനുയോജ്യമാണ്. അതുകൊണ്ടാണ് വലിയ സർവേകളിലും ഗവേഷണങ്ങളിലും ഇത്തരം ചോദ്യങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. ശരി, അപ്പൊ നമുക്ക് ഈ ടൂൾ കിറ്റ് ഒന്ന് തുറന്നു നോക്കിയാലോ? ഇതിനകത്തുള്ള ഓരോ ഉപകരണങ്ങളെയും നമുക്ക് അടുത്തൊന്ന് പരിചയപ്പെടാം. ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യരീതികളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈ കാണുന്ന ഫ്ലോ ചാർട്ടില്ലേ, ഇത് നമ്മുടെ ഒരു ഗൈഡാണ്, ഒരു റോഡ് മാപ്പ് പോലെ. നമ്മളിനി വിശദമായി നോക്കാൻ പോകുന്നത് ക്ലോസ്ഡ് എൻഡഡ് ചോദ്യങ്ങൾക്ക് കീഴിൽ വരുന്ന പലതരം ടൂൾസിനെക്കുറിച്ചാണ്. ഓരോ ടൈപ്പ് ചോദ്യത്തിനും അതിൻ്റേതായ പ്രത്യേകതകളും ഉപയോഗങ്ങളുമുണ്ട്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ടൈപ്പാണ് ഡൈക്കോട്ടോമസ് ചോദ്യങ്ങൾ. ഇതിന് രണ്ട് ഓപ്ഷനുകളേ കാണൂ. ഒന്നുകിൽ അതെ, അല്ലെങ്കിൽ അല്ല. വസ്തുതാപരമായ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ഇത് വളരെ ഉപകാരപ്രദമാണ്. ഉദാഹരണത്തിന്, ഒരാൾക്കൊരു പ്രത്യേക അസുഖമുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാൻ ഈ ചോദ്യം മതി. ഈ ഉദാഹരണം നോക്കൂ. നിങ്ങൾ എപ്പോഴെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടോ? ഇതിന് അതെ അല്ലെങ്കിൽ ഇല്ല എന്നു മാത്രമേ ഉത്തരം പറയാൻ പറ്റൂ. ഇതാണ് ഡൈക്കോട്ടോമസ് ചോദ്യത്തിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ. അടുത്തത് നമുക്കെല്ലാവർക്കും നല്ല പരിചയമുള്ള ഒന്നാണ് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ, അല്ലെങ്കിൽ MCQs. ഒരു ചോദ്യമുണ്ടാകും, അതിൽ നിന്ന് തെരഞ്ഞെടുക്കാൻ കുറച്ച് ഓപ്ഷനുകളും. ഏറ്റവും ശരിയായ ഒരെണ്ണം നമ്മൾ തെരഞ്ഞെടുക്കണം. പരീക്ഷകളിലൊക്കെ നമ്മൾ സ്ഥിരമായി കാണുന്ന അതേ സംഭവം. നമുക്ക് നഴ്സിംഗുമായി ബന്ധപ്പെട്ട് ഒരു ഉദാഹരണം തന്നെ നോക്കാം. സ്റ്റെത്തസ്കോപ്പ് ഉപയോഗിച്ചളക്കുന്ന വൈറ്റൽ സൈൻ ഏതാണ്? ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കണം. ഒരു നഴ്സിന്റെ അടിസ്ഥാനപരമായ അറിവളക്കാൻ ഇത്തരം ചോദ്യങ്ങൾ വളരെ നല്ലതാണ്. ചെക്ക്ലിസ്റ്റ് ചോദ്യങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന രോഗലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ച് ഒരു ലിസ്റ്റ് തന്നാൽ അതിൽ നിങ്ങൾക്ക് ബാധകമായവയെല്ലാം ടിക്ക് ചെയ്യാം. ഇതൊരു രോഗിയുടെ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ വ്യക്തമായൊരു ചിത്രം തരാൻ സഹായിക്കും. ഇനി നമുക്ക് ഫിൽട്ടർ ചോദ്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഇതിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾ ഒരു ചോദ്യത്തിന് കൊടുക്കുന്ന ഉത്തരമനുസരിച്ചായിരിക്കും അടുത്ത ചോദ്യം ഏതാണെന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഉദാഹരണത്തിന്,
പുകവലിക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് അതെ എന്നുത്തരം കൊടുത്താൽ മാത്രം എത്ര വർഷമായി എന്ന അടുത്ത ചോദ്യം വരും. ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ആ ചോദ്യം സ്കിപ്പ് ചെയ്തു പോകും. ഇത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു. ഇതുവരെ നമ്മൾ വസ്തുതകൾ ശേഖരിക്കുന്ന ചോദ്യങ്ങളാണ് കണ്ടത്. ഇനി ഒരാളുടെ അഭിപ്രായത്തിന്റെ തീവ്രത അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്കുള്ള മുൻഗണന ഇതൊക്കെ എങ്ങനെ അളക്കും? അതിനുള്ള ടൂൾസാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. കാരണം ചിലപ്പോൾ ഒരു കാര്യം ഇഷ്ടമാണോ അല്ലയോ എന്ന് പറയുന്നതിനേക്കാൾ എത്രത്തോളം ഇഷ്ടമാണ് എന്നറിയേണ്ടി വരും. റാങ്ക് ഓർഡർ ചോദ്യങ്ങൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ലിസ്റ്റിലെ കാര്യങ്ങളെ പ്രാധാന്യമനുസരിച്ച് ഓർഡർ ചെയ്യാൻ ആവശ്യപ്പെടും. ഉദാഹരണത്തിന്, രോഗീ പരിചരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ 1 മുതൽ 5 വരെ റാങ്ക് ചെയ്യാൻ ആവശ്യപ്പെടുന്നതുപോലെ. ഇത് ആളുകളുടെ മുൻഗണനകൾ എന്തെല്ലാമാണെന്ന് വ്യക്തമായൊരു ധാരണ നൽകും. മെട്രിക്സ് ചോദ്യങ്ങൾ ഒരേപോലെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം ചോദിക്കണമെങ്കിൽ വളരെ എളുപ്പമുള്ള ഒരു വഴിയാണ്. ഇത് ഒരു ടേബിൾ രൂപത്തിലായിരിക്കും. സമയം ഒരുപാട് ലാഭിക്കാം. ഉദാഹരണത്തിന്, ഒരാശുപത്രിയിലെ പല ഡിപ്പാർട്ട്മെന്റുകളിലെയും സേവനങ്ങളെക്കുറിച്ച് ഒരേ സമയം അഭിപ്രായം രേഖപ്പെടുത്താൻ ഇത് സഹായിക്കും. ഈ ടേബിൾ ഒന്ന് നോക്കിക്കേ. ഇവിടെ ഒരു വശത്ത് ആശുപത്രിയിലെ പല സേവനങ്ങളെക്കുറിച്ച് കൊടുത്തിരിക്കുന്നു, മറുവശത്ത് അവയെ വിലയിരുത്താനുള്ള ഓപ്ഷനുകളും. അതായത് നഴ്സിംഗ് പരിചരണത്തിന്റെ വിവിധ വശങ്ങളെ മികച്ചതു മുതൽ മോശം വരെയുള്ള ഒരേ സ്കെയിലിൽ വിലയിരുത്താൻ രോഗിയോട് ആവശ്യപ്പെടുന്നു. ഇത് വളരെ ഓർഗനൈസ്ഡ് ആയൊരു രീതിയാണ്. ഇത് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാകും, അല്ലേ? ഇതിനെയാണ് ലിക്കർട്ട് സ്കെയിൽ എന്ന് പറയുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ എത്രത്തോളം യോജിക്കുന്നു അല്ലെങ്കിൽ വിയോജിക്കുന്നു എന്ന് കാണിക്കാനാണിത്. ശക്തമായി യോജിക്കുന്നു മുതൽ ശക്തമായി വിയോജിക്കുന്നുവരെ ഇതിൽ ഓപ്ഷനുകളുണ്ടാകും. ആളുകളുടെ അഭിപ്രായങ്ങളെ അളക്കാനുള്ള വളരെ മികച്ചൊരു മാർഗമാണിത്. വേദന പോലെയുള്ള കാര്യങ്ങൾ കൃത്യമായി എങ്ങനെ അളക്കും? വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ അത് പറയാൻ പറ്റിയെന്ന് വരില്ല. അതിലുള്ള ഒരു സൂപ്പർ ടൂളാണ് ഈ വിഷ്വൽ ആനലോഗ് സ്കെയിൽ, അല്ലെങ്കിൽ VAS. ഒരറ്റത്ത് വേദനയില്ല എന്നും മറ്റേ അറ്റത്ത് സഹിക്കാൻ കഴിയാത്ത വേദനയെന്നും രേഖപ്പെടുത്തിയ ഒരു വരയിൽ രോഗിക്ക് അവരുടെ വേദനയുടെ ലെവൽ അടയാളപ്പെടുത്താം. ഇത് ഡോക്ടർമാർക്ക് രോഗിയുടെ അവസ്ഥയെക്കുറിച്ച് കൃത്യമായൊരു ധാരണ നൽകാൻ വളരെ സഹായകമാണ്. അപ്പോ ഇത്രയും തരം ചോദ്യങ്ങൾ കണ്ടപ്പോ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണും, അല്ലേ? ഓരോന്നിനും അതിന്റേതായ ഉപയോഗമുണ്ട്. അതുകൊണ്ട് ഒരു നല്ല ചോദ്യാവലി ഉണ്ടാക്കുന്നതിന് ശരിയായ ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോ സാഹചര്യത്തിനും അനുയോജ്യമായ ടൂൾ ഉപയോഗിച്ചാൽ മാത്രമേ കൃത്യമായ വിവരങ്ങൾ ലഭിക്കൂ. ശരിക്കുമുള്ള കാര്യം ഇതാണ്: ശരിയായ ചോദ്യം അത് ശരിയായ ഡേറ്റ തരും. ആ ഡേറ്റ നല്ല ഗവേഷണത്തിന് വഴിവെക്കും. ആ ഗവേഷണം ആത്യന്തികമായി രോഗികൾക്ക് കിട്ടുന്ന പരിചരണം മെച്ചപ്പെടുത്തും. കണ്ടില്ലേ, ഇതെല്ലാം തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ഒരു ചോദ്യാവലി തയ്യാറാക്കുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. അപ്പോ ഇനി എപ്പോഴെങ്കിലും ഒരു ഫീഡ്ബാക്ക് ഫോമോ സർവേയോ പൂരിപ്പിക്കാൻ കിട്ടുമ്പോൾ വെറുതെ ടിക്ക് ചെയ്തു പോകാതെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ, ഓരോ ചോദ്യവും എന്തിനാണ് അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന്. ആ ചോദ്യങ്ങൾക്ക് പിന്നിലെ ഈ സയൻസ് ഇപ്പോൾ നിങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കും.